കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന നിരവധി ഉപമകളുണ്ട്. അതിലേറ്റവും കൂടുതൽ 13 അധ്യായത്തിൽ തന്നെയാണ്. നമ്മൾ ഇന്ന് 22 അധ്യായത്തിൽ നിന്ന് ഈ ഉപമയിൽ കൂടെ അവിടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാൽ നമ്മൾ ആ ഉപമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു ഉപമ കേൾക്കുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഭൗമിക കഥയിലൂടെ ഒരു സ്വർഗീയ സത്യത്തെ ചിത്രീകരിക്കുന്നതിനാണ് കർത്താവ് ഉപമ ഉപയോഗിക്കുന്നത്. ടീച്ചിങ് മെത്തേഡിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രം ദ നോൺ ടു ദി അൺനോൺ പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യുക കർത്താവ്. എന്നാൽ ചിലരൊക്കെ ഈ ഉപമകളെ തലനാരിഴ കീറി അങ്ങോട്ട് വ്യാഖ്യാനിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഉദാഹരണത്തിന്, ആ നല്ല ശമരിയക്കാരൻ കൊടുത്തേച്ചു പോയ 2 ദിനാറി, 2 വെള്ളിക്കാശ്, അതിനെക്കുറിച്ച് കർത്താവ് പോലും അങ്ങനെ മനസ്സിൽ കണ്ടു കാണുകയില്ല. അതുപോലെയുള്ള വ്യാഖ്യാനങ്ങളും കണ്ടുപിടുത്തങ്ങളുമാ പ്രസംഗരുടെ ഇടയിൽ നമ്മൾ കേട്ടുവരുന്നത്. വഴിയമ്പലക്കാരൻ്റെ കടം തീർക്കാനാണോ കർത്താവ് ഇനി രണ്ടാമത് വരാൻ പോകുന്നെന്ന് പോലും നമ്മൾക്ക് തോന്നിപ്പോകും. അതുപോലെ മറ്റൊരു ഉപമയ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തില് വിളക്കിലെ എണ്ണയില്ലാതെ പോയ കന്യകമാരെ, അവര് ആ എണ്ണയെക്കുറിച്ച് പലരും വ്യാഖ്യാനിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണെന്ന്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ വിളക്കിൽ എണ്ണ വാങ്ങാൻ പോയപ്പോഴാണല്ലോ മണവാളൻ വന്നത്. അവിടെ പറയുന്ന എണ്ണ പരിശുദ്ധാത്മാവാണെങ്കിൽ ഏത് മാർക്കറ്റിൽ പോയിട്ടാണ് അവരത് വാങ്ങിയത്? ഇനി അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് തന്നെ അങ്ങ് അവരുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ, ഇവർ മടങ്ങി വരുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മ നിറവിൽ അവർ മടങ്ങി വന്നിട്ടും മണവാളൻ പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് പറയുക. പരിശുദ്ധാത്മാവ് നിറവിലുള്ള ഒരാളോട് കർത്താവിന് അങ്ങനെ പറയാൻ കഴിയുമോ? വാസ്തവത്തിൽ ആ ഉപമയിലെ ഒരേ ഒരു സന്ദേശം, മണവാളൻ വരുന്ന നാഴികയും നാളും നമ്മൾ അറിയായികയാൽ ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം എന്ന് മാത്രമല്ലേ സഹോദരങ്ങളെ? ഞാൻ പറഞ്ഞു വന്നത് ഉപമകളിലെ സന്ദേശമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന. അത് അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിനുള്ളതല്ല. ഈ ഉപമയിൽ യേശു കർത്താവ് സ്വർഗരാജ്യത്തെ ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി ഒരുക്കിയ വിവാഹ വിരുന്നിനോട് തന്നെ താരതമ്യം ചെയ്യുന്നത്. അത് നമ്മൾ അതിലേക്ക് പിന്നെയും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിയണം. ഈ കഥയുടെ സന്ദർഭം നമ്മൾ നന്നായി മനസ്സിലാക്കിയാലേ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. യേശുവിൻ്റെ നാളിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വിവാഹങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാലത്ത് പേരൻസ് ആയിരുന്നു കല്യാണം ഉറപ്പിക്കുന്നത്. ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഘട്ടം മുതൽ ദമ്പതികളെ നിയമപരമായി വിവാഹിതരായിട്ട് അവർ കണക്കാക്കും. എന്നാൽ ചടങ്ങിൻ്റെ പൂർത്തീകരണ സമയം വരെ വധു മാതാപിതാക്കളോടൊപ്പവും വരൻ മടങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി അവരുടെ വിവാഹാനന്തരമുള്ള താമസത്തിന് വേണ്ട വീടോ മുറിയോ ഒരുക്കുന്നതിലുമായിട്ട് അവൻ പോവുകയാണ്. ഇതിന് കുറച്ച് സമയമെടുക്കും. എന്നാൽ വീട് ഒരുക്കി കഴിഞ്ഞാൽ വരൻ തൻ്റെ വധുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ മുൻകൂട്ടി ഒരറിയിപ്പും കൂടാതെ മടങ്ങി വരും. ആ ഒരു പശ്ചാത്തലത്തിലായി 25 അധ്യായത്തിലെ ആ ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ യേശു കർത്താവ് പോകുമ്പോൾ യോഹന്നാൻ 14 നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി മടക്കി വരുമെന്ന് കർത്താവ് പറഞ്ഞതും ഇതേ കോണ്ടസ്റ്റിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ മണവാളൻ മടങ്ങി വരുമ്പോൾ വിവാഹച്ചടങ്ങ് നടക്കിയ യഹൂദന്മാരുടെ വീട്ടിൽ, അതേ തുടർന്ന് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വിവാഹ വിരുന്നും നടക്കും. ഇവിടെ നമ്മൾക്ക് പരിചിതമായ ഒരു കാര്യത്തിലൂടെ പിതാവും പുത്രനും മനുഷ്യവർഗത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു തരിക, നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ ആത്യന്തിക പദ്ധതിയോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ നിത്യതയെ എത്രത്തോളം ബാധിക്കും, എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
ഈ രാജാവ് കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് തൻ്റെ ദാസന്മാരെ പറഞ്ഞയക്കുന്ന കാണുന്നേ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ഈ കൾച്ചറിൽ രണ്ട് ക്ഷണം അനിവാര്യമാണ്. ആദ്യത്തേത് വരാനുള്ള ക്ഷണം ആണെങ്കിൽ, രണ്ടാമത്തേത് എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് പങ്കെടുക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുന്നതാണ്. എന്നാൽ 4-ാം വാക്യത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ കാണുന്നത്, സ്നേഹസമ്പന്നനായ ഈ രാജാവ് ഒരു എക്സ്ട്രാ മൈലിലൂടെ പോവുകയാണ്. 2-ാം ഘട്ടം കഴിഞ്ഞു, 3-ാമത് കല്യാണത്തിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ട് അവരെ പിന്നെയും പോയി ക്ഷണിക്കാൻ തൻ്റെ ദാസന്മാരെ അയക്കുക. നോക്കണേ, 5-ാം വാക്യത്തിൽ ഈ ക്ഷണിക്കപ്പെട്ടവർ വരാൻ വിസമ്മതിക്കുന്നത് നമ്മൾ കാണുന്നത്. രാജാവിൻ്റെ ക്ഷണം കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പൊയ്ക്കളഞ്ഞുവെന്ന് യേശുവിടെ പറയുന്നു. അല്പം സ്ട്രെയിഞ്ചായിട്ട് നമുക്കിത് തോന്നാം, അല്ലേ? വിചിത്രമായി തോന്നാം. രാജാവൊക്കെ ക്ഷണിച്ചിട്ട് അതിന് പോകാതെ അവരവൻ്റെ കാര്യത്തിനൊക്കെ പോയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാമാന്യ രീതിയിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഉപമയാണെന്ന് ഓർക്കണം. കർത്താവ് അതിലൂടെ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്തേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ ഈ ലോകത്തിൻ്റെ സ്വന്തത്തിലേക്ക്, സ്വാർത്ഥതകളിലേക്ക് പോകുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥയെ, അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ അവൻ്റെ ദാസന്മാരെ കൊന്നുകളഞ്ഞുവെന്ന്. അതിനോട് ചേർത്ത് വേണം തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ, 21-ാം അധ്യായത്തിൽ മറ്റൊരു ഉപമയിൽ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചപ്പോൾ ആ കുടിയന്മാർ അവൻ്റെ ദാസന്മാരെ മാത്രമല്ല, ഒടുവിൽ അവകാശിയായ തൻ്റെ പുത്രനെയും കൊല്ലുന്ന കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും വ്യക്തികളല്ല ഈ ദാസന്മാരെ കൊന്നതെന്ന് ഓർക്കണം, അല്ലെങ്കിൽ പുത്രനെ കൊന്നതെന്ന് ഓർക്കണം. ഒരു സമൂഹമാണ്. അത് മറ്റാരുമല്ല. ആ സമൂഹം യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അവനത് പറഞ്ഞതെന്ന് വ്യാഖ്യാനം കൂടാതെ നമുക്ക് മനസ്സിലാവും. ചരിത്രവും അതിന് സാക്ഷിയാണല്ലോ. ക്രൈസ്തവ സമൂഹം കഷ്ടാനുഭ ആഴ്ചയുടെ ഓർമ്മ പുതുക്കുന്ന ദിനങ്ങളാണല്ലോ ഇപ്പോൾ. 21-ാം അധ്യായം അതിൻ്റെ ആരംഭ ഭാഗത്താണ് പാം സൺഡേയുടെ തുടക്കത്തിൻ്റെ രംഗം മത്തായി അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഉപമ അതിന് ശേഷം കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെ പറഞ്ഞ് കർത്താവ് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് 26-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു. അങ്ങനെ പറഞ്ഞ് നിർത്തിയല്ല താൻ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്നുകൂടെ യേശു പറയുക. അപ്പോൾ ഈ ഉപമ പറയുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രവാചകന്മാരോട് ചെയ്തത് തന്നെ തന്നോടും ചെയ്യാനിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് ഇത് പറയുന്നത്. എത്ര വ്യക്തമാണ് ഉപമയിലെ സന്ദേശം! ഈ ക്ഷണം നിരസിച്ചവരാണ് തൻ്റെ ഓഡിയൻസിലുള്ളവർ. അവരുടെ പിതാക്കന്മാരെ അബ്രഹാമിലൂടെ വിളിച്ചിറക്കി, യോസെഫിലൂടെ പരിപാലിച്ച്, മോശയിലൂടെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച്, യോശുവയിലൂടെ വാഗ്ദത്ത കനാനിൽ പാർപ്പിച്ച ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. നോക്കണേ, അതുകൊണ്ട് നിർത്തിയില്ല. താൻ അവിടെ മുതൽ ശമൂവേൽ പ്രവാചകൻ തുടങ്ങി ആ പ്രവാചകന്മാരുടെ പേര് മുഴുവൻ പറയുന്നില്ലേ ഞാൻ, സ്നാപക യോഹന്നാൻ വരെയുള്ള പ്രവാചകന്മാരെ അവരുടെ അടുത്തേക്ക് അവരെ വിളിക്കുക. അവൻ അവരുടെ നടുവിലയച്ച പ്രവാചകന്മാരെ പക്ഷേ അവർ കൊന്നുകളയുകയായിരുന്നു, അല്ലെങ്കിൽ ഉപദ്രവിച്ചു വിടുകയായിരുന്നു, അല്ലെങ്കിൽ അപമാനിക്കുകയായിരുന്നു. പാരമ്പര്യം പറയുന്നത് യഹൂദ രാജാവായ മനസ്സെ യെശയ്യാ പ്രവാചകനെ ഈർച്ചവാളുകൊണ്ട് അടുത്ത് കൊന്നെന്ന. യെരമ്യാവിനെ അവര് മിസ്രയീമിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. അതുപോലെ എസെക്കിയേലിനെയും ബാബിലോണിയ പ്രവാസത്തിൽ വെച്ച് യഹൂദന്മാരുടെ വിഗ്രഹാരാധനയ്ക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ അവര് തന്നെയും കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നാപക യോഹന്നന്റെ കാര്യം അറിയാലോ, അവരുടെ കാലത്ത് തന്നെ ആയിരുന്നല്ലോ തന്നെ കൊന്നത്. അവർ കാത്തിരുന്ന വാഗ്ദത്ത മസീഹയെ അവരുടെ അടുത്തേക്ക് അയച്ചിട്ടും അവൻ്റെ ക്ഷണം അവർ സ്വീകരിച്ചില്ല. മർക്കോസ് 1:15 കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുന്നത് തന്നെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ
എന്ന് പറഞ്ഞ് അവൻ പറയുമ്പോൾ അവർ അവൻ്റെ വിളി ചെവിക്കൊണ്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ സ്വന്തമായതിലേക്ക് വന്നു, പക്ഷേ സ്വന്തമായവർ അവനെ സ്വീകരിച്ചില്ല. നീ ആ വിളി, കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി മുഴുവൻ അവരോടുള്ള ബന്ധത്തിൽ തുടരുകയാണ്. 23-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം കാണുവാൻ സാധിക്കും. അവിടെ കർത്താവ് വളരെ വിലപിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? 7-ാം വാക്യത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്ത് പറയുന്നത് പോലെ രാജാവ് അവരോട് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണവും ചുട്ടുകളഞ്ഞുവെന്ന ഇത് ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുക. വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ AD 70 റോമക്കാരുടെ കൈകളാൽ യെരൂശലേം നശിപ്പിക്കപ്പെടുമെന്ന കർത്താവ് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവിടെ അന്ന് സംഭവിച്ചതെന്ന് പറയുന്നു. 1948 അവർക്ക് രാജ്യം മടക്കി കിട്ടുന്നത്. പിന്നീട് അതുവരെ ഭൂപ്പരപ്പിലൊക്കെയും അവർ ചിതറിപ്പാർക്കുകയായിരുന്നു പ്രവാസികളായിട്ട്. എന്നാൽ 48 രാജ്യം കിട്ടിയിട്ട് അവർക്ക് വല്ല സ്വസ്ഥതയുണ്ടോ? ഇന്നും അതിൻ്റെ അനന്തര ഫലമല്ലേ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തിവെങ്കിലേക്ക് നോക്കുന്നിടം വരെ മഹോപദ്രവ കാലത്തിലും അവർക്കെതിരെയുള്ള രാജാവിൻ്റെ കോപം ജ്വലിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതിനിയും വരാനിരിക്കുന്നേ ഉള്ളല്ലോ. ഈ ഉപമയുടെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിവാഹ വിരുന്നിനായി കാണുന്നവരെയെല്ലാം വിളിക്കുന്നതാ കാണുന്നത്. നോക്കണേ, അവരോ തൻ്റെ സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവിടെ വിവാഹക്ഷണം നല്ലവരും ദുഷ്ടന്മാരുമായ എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്യുക. ഇത് സുവിശേഷം ജാതികൾക്ക് കൈമാറുന്നതിനെ സൂചിപ്പിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഉണ്ടെന്ന് മറക്കരുത്. നമ്മൾ തന്നെയല്ല, സക്കായിയും ആ പാപിനിയായ സ്ത്രീയും ശബരിക്കാരത്തി സ്ത്രീയും ചുങ്കക്കാരും പാപികളും എല്ലാം നിറഞ്ഞ ഒരു വലിയ സമൂഹം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാൽവറി കുരിശില് രക്ഷയുടെ വിരുന്ന് തയ്യാറാക്കിയ ശേഷമാണ് ജാതികളായ നമ്മെ ഈ വിരുന്ന് വീട്ടിലേക്ക് സ്വർഗീയ പിതാവ് ക്ഷണിക്കുന്നത്. രാജാവിൻ്റെ മകൻ്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ ഒരു യോഗ്യതയുമില്ലാതെ പെരുവഴിയിലൂടെ സഞ്ചരിച്ചിരുന്നവരായിരുന്നു ഞാനും നിങ്ങളുമെന്ന് മറന്നു പോകരുത്. യേശുവിനെ അറിയുന്നതിന് മുമ്പേ നമ്മൾ ആരായിരുന്നുവെന്ന് വല്ലപ്പോഴുമെങ്കിലും ഓർക്കാറുണ്ടോ? പലതും പറയാൻ പോലും കൊള്ളാത്ത രീതിയിലുള്ള വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചവരല്ലേ നമ്മളിൽ പലരും. അവിടെ നിന്ന് വിളി കേട്ട് വിരുന്നു വീട്ടിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. എന്നൊക്കെ നോക്കണേ, 11-ാം വാക്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമ്മോടുള്ള പരിശുദ്ധാത്മ സന്ദേശത്തിന്റെ കാതലായ ഭാഗം ഇവിടെയാണെന്ന് പറയാം. ഈ വിരുന്നില് സ്വർഗീയ പിതാവ് നമ്മൾക്കൊരുക്കിയ വിരുന്ന് തികച്ചും സൗജന്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെയാണ് തിരുവചനം രക്ഷ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം അവർ ഹെവൻലി ഫാദർ. നമ്മളെയൊക്കെയും പെരുവഴിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്ന വന്നപ്പോൾ തന്നെ രാജാവിൻ്റെ സ്റ്റാറ്റസിന് ചേരുന്ന വസ്ത്രമൊന്നും നമ്മൾക്കില്ലായിരുന്നെന്ന് നന്നായിട്ട് രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ സൗജന്യമായി കല്യാണ വസ്ത്രം, തൻ്റെ സ്റ്റാറ്റസിന് യോജിക്കുന്ന ആ വിരുന്നിന് യോജിക്കുന്ന കല്യാണ വസ്ത്രം തന്നാണ് നമ്മെ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചത്. ഈ ഉപമയിൽ പറയുന്ന കല്യാണ വസ്ത്രം സ്വർഗീയ പിതാവ് തൻ്റെ ക്ഷണം സ്വീകരിച്ചു വരുന്ന എല്ലാവർക്കും നൽകുന്ന സൗജന്യ സമ്മാനമാണ്. നോ മാറ്റർ ഹൂ യു ആർ, വാട്ട് യു ആർ, എദർ യു ആർ ബാഡ് ഓർ ഗുഡ്. ഇത് സ്വർഗരാജ്യത്തിൽ കടന്നു വരുന്നതിന് ഒരു തടസ്സവുമല്ല. രാജാവിൻ്റെ ക്ഷണം സ്വീകരിക്കണമെന്ന് മാത്രം. ഇത് രക്ഷയ്ക്ക് ആവശ്യമായ ക്രിസ്തുവിൻ്റെ നീതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലഭിക്കുന്നതാണ് ഈ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്. ഇത് പ്രവൃത്തികളിലൂടെ സമ്പാദിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, മറിച്ച് കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്നതാണ്. യെശയ്യാവ് 64:6
അന്നുള്ള തൻ്റെ അടുത്തുള്ള ജനങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണെന്ന് അവർ ഏറ്റുപറയുക. അങ്ങനെ ഒരു ഏറ്റുപറച്ചിലുമായി ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ കല്യാണ വസ്ത്രം. ഇവിടെ ആദാമും ഹവ്വയും നമുക്കറിയാലോ, പാപം ചെയ്ത സമയത്ത് അവരുടെ നാണക്കേട് മറയ്ക്കാനായിട്ട് അവര് സ്വയം ശ്രമിച്ചു നോക്കി. പക്ഷേ അവരുടെ അത്തിയിലകൾക്ക് അതിന് പര്യാപ്തമല്ലെന്ന് അവർ മനസ്സിലാക്കി. ദൈവം അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയുകയാണ്, നഗ്നരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അവരുള്ള കാര്യം സമ്മതിക്കുകയാണ്. അപ്പോൾ ദൈവം അവരുടെ കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് ബലിയാക്കപ്പെട്ട മൃഗത്തിൻ്റെ തോലുകൾ ഉടുപ്പിച്ച രംഗം ഉൽപ്പത്തി 3:7 21 നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലുള്ളവർ വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. 3-ാം അധ്യായം 5-ലും 18-ാമത്തെ വാക്യത്തിലും 7-ാം അധ്യായം 9-ലും ഒക്കെ അത് കാണാം. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വചനമുണ്ട്. 7:14 കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചത് കൊണ്ടാണ് അവരുടെ വസ്ത്രങ്ങളുടെ വെളുപ്പ് അങ്ങനെ ഉള്ളതെന്ന് അവിടെ നിന്ന് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സ്വന്തം നീതിയാലല്ല, ദൈവത്തിൻ്റെ നീതിയാലാണ് നാം ആശ്രയിച്ചു വരുമ്പോഴാണ് നമുക്ക് ആ വിശുദ്ധി ലഭിക്കുന്നത്, ആ വെണ്മ ലഭിക്കുന്നത്. ആ വസ്ത്രം നമ്മുടെ രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുകയാണ്. വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ നീതിയാൽ മൂടുകയും ആത്മാവിൽ നയിക്കപ്പെടുന്ന പ്രായോഗിക അനുസരണത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. ഈ വസ്ത്രത്തെക്കുറിച്ച് യെശയ്യാ 61:10 മനോഹരമായി പറഞ്ഞിട്ടുണ്ട് താന്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. നോക്കണേ, ഇത് നീതിയുടെ വസ്ത്രമാണ്, ഇത് രക്ഷയുടെ വസ്ത്രമാണ്. കല്യാണ വസ്ത്രമെന്ന് ഉപമയിൽ കർത്താവ് പറയുകയാണ് അതിനെ. വെളിപ്പാട് 19:8 കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് അവിടെ ചേർക്കുന്നു. വെളിപ്പാട് 3:4 നോക്കിയാൽ, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ടെന്ന് കർത്താവ് പറയുന്ന ഒരു രംഗമുണ്ട്. നോക്കണേ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് കർത്താവ് തന്നെ സാക്ഷീകരിച്ച ഒരു സഭയോടാ പറയുന്നത്. നിന്റെ ഇടയിൽ ചിലർ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നുണ്ട്. ഞാനിത് എടുത്തു പറയുവാൻ കാരണം, നമ്മുടെ കൂട്ടത്തിലുള്ള, സഭയിലുള്ള, സമൂഹത്തിലുള്ള, ക്രിസ്തു മതത്തിലുള്ള ആളുകൾ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയുമാകട്ടെ, നമ്മുടെ കൂടെയുള്ളവർ ആരുമാകട്ടെ, ലീവ് ദം അസൈഡ്. നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ നമ്മൾ അവൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കണം. അതാണ് സർദീസിലെ സഭയിലുള്ളവർ ചെയ്തത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വിളക്കിൽ എണ്ണയുള്ളവരായി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കാത്തിരിക്കാൻ, ഒരുങ്ങിയിരിക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾക്ക് ഈ വെണ്മ വസ്ത്രം സൗജന്യമായി നൽകിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ വേറെ വസ്ത്രങ്ങൾ തുന്നരുത് എന്നുകൂടി ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റോമർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് നമ്മളോട് പറയുന്നത്. ഒരു നിമിഷം നമ്മൾക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണോ ഭക്തി ജീവിതം നയിക്കുന്നത്? ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ഈ ഉപമയിലെ കല്യാണ വസ്ത്രം ധരിക്കാതെ ആ ഭക്തനെ ചതിച്ചത് ജഡമോഹമൊന്നും ആയിരുന്നില്ല കേട്ടോ. പെരുവഴിയിലായിരുന്ന ഇവന് രാജാവിൻ്റെ കല്യാണ വസ്ത്രം ലഭിക്കാഞ്ഞിട്ടുമല്ല, അത് സൗജന്യമായി ലഭിച്ചിട്ടും രാജാവിൻ്റെ വസ്ത്രം ധരിക്കാതെ ആ മനുഷ്യൻ കർത്താവിൻ്റെ മുൻപിൽ വരുമ്പോൾ, ആ രാജാവിൻ്റെ മുൻപിൽ വരുമ്പോൾ വാക്ക് മുട്ടിപ്പോയി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. രാജാവിൻ്റെ കരുതൽ സ്വീകരിക്കാതെ അയാൾ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞതിനാലാണ് അവൻ ഉത്തരം മുട്ടിപ്പോയത്. ഈ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് തർക്കിക്കുന്ന മതഭക്തരെ കണ്ടിട്ടില്ലേ? ഞങ്ങൾക്ക് അതുണ്ട്, ഇതുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നൊന്നും വേണ്ട എന്നൊക്കെ പറയാറില്ലേ? ഒരു നാൾ സ്വർഗീയ പിതാവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ നാവും പൊങ്ങാതെ വരുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ മോറൽ സ്റ്റാറ്റസ്, ദുഷ്ടന്മാരോ നല്ലവരോ ആരുമാകട്ടെ, കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ
അവിടുന്ന് നൽകിയ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന വ്യവസ്ഥയാണ് ഈ മനുഷ്യൻ ഇവിടെ ലംഘിച്ചത്. അവൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ തന്റെ സ്വയത്തിൽ ആശ്രയിക്കുകയായിരുന്നു. ഇവനെ മനസ്സിലാക്കണമെങ്കിൽ കയ്യിനെ നോക്കിയാൽ മതി. കയ്യിന് അവന്റെ കൊച്ചു കുടുംബത്തിൽ നിന്നും ദൈവത്തിന് എങ്ങനെ യാഗം കഴിക്കണം എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഹാബേൽ അങ്ങനെ ചെയ്യുകയില്ലല്ലോ. അവനും തീർച്ചയായിട്ടും ലഭിച്ചു കാണും. പക്ഷേ അവൻ്റെതായ മാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കരുതി നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസോ നമ്മുടെ പാരമ്പര്യമോ ഡിനോമിനേഷണലായിട്ടുള്ള നമ്മുടെ ഹൈറാർക്കിയോ എന്തുമാകട്ടെ, അതൊക്കെ നമ്മളെ കയ്യിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് സീരിയസ് ആയി പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ വിരുന്നുശാലയിലേക്ക് നോക്കിക്കേ. ഇവൻ ഒഴിച്ചെല്ലാവരും ഒരേ യൂണിഫോമിൽ ക്രിസ്ത്യാനുരൂപികളായി അവിടെ ഇരിക്കുക. നമ്മളാരും ആ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവൻ്റെ പ്രതിനിധിയായി അവിടെ ചെല്ലാൻ ഇടവരാതിരിക്കേണ്ടതിന് ഇന്ന് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുക. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഈ അങ്കിയിൽ കറപറ്റാനുള്ള സാധ്യതയും ഇല്ലെന്ന് ദൈവവചനം പറയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ദൈവമക്കളെ എങ്ങനെ നമ്മളുടെ അങ്കി വെണ്മയായി സൂക്ഷിക്കേണ്ടതെന്ന് തിരുവചനം പറഞ്ഞു തരുന്നത്. ഈ അങ്കിയിൽ കറ പറ്റിയാൽ അത് മായ്ച്ചു കളയാൻ വേറെ കുറുക്കുവഴികളൊന്നുമില്ല. യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിങ്ങളത് കേട്ടല്ലോ. സകല അനീതിയും പോക്കി, ബാക്കി ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയും. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണെന്ന് തിരുവചനം പറയുന്നു. നോക്കിക്കേ, ലോകപ്രകാരം രക്തം വസ്ത്രത്തിൽ വീണാൽ അതിൻ്റെ കറ മായ്ച്ചു കളയാൻ പോലും പാടാ. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ രക്ഷാവസ്ത്രത്തിൽ പുരണ്ട പാപക്കര മായ്ച്ച് നമ്മളെ വെണ്മയുള്ളവരായി സൂക്ഷിക്കാൻ മതിയായതാണെന്ന് തിരുവചനം പറയുന്നു. ക്രൂസിലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലമതിക്കാൻ നമുക്ക് കഴിയുന്നതിലും അപ്പുറമാണ് സഹോദരങ്ങളെ. ഈ വിഷയം ഇത്രയും സീരിയസ് ആയി നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം ഈ ഉപമയുടെ അവസാനം കർത്താവ് പറഞ്ഞു നിർത്തുകയാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതാ, അതിന് യാതൊരു സംശയവുമില്ല. ക്രിസ്ത്യാനികളെ എല്ലാം വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇനിയും ഈ വചനം കേട്ട് വരുന്നവരും ആ കൂട്ടത്തിൽ തന്നെ പെടുന്നവരാണ് നമുക്ക് പറയാം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഈ കല്യാണ വസ്ത്രം വിശുദ്ധിയോടെ വെണ്മയോടെ നാം സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയ. പ്രിയമുള്ളവരെ, ഞാനിതെല്ലാം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അനുദിനം തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിക്കുന്നവരുമായാൽ സ്വർഗീയ പിതാവ് ഒരുക്കുന്ന വിരുന്നിൽ തൻ്റെ പുത്രൻ്റെ മണവാട്ടിയായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യാശ. എന്നാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ സുവിശേഷകന്മാരെന്ന നിലയിൽ എൻ്റെ സഹയാത്രികരോട് ഈ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്ഷണം സ്വീകരിച്ച് മണവാളന്റെ രക്തത്തിൽ കഴുകിയ അങ്കി ധരിച്ച് സ്വർഗീയ പിതാവിൻ്റെ മകന്റെ കല്യാണ വിരുന്നിനായി വന്നുകൂടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ചിന്തകൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത്. കല്യാണ വസ്ത്രമില്ലാതെ ആർക്കും അവിടെ പ്രവേശനമില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് us with these thoughts.